നമസ്കാരം. മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, എൻ്റെ വ്യൂവേഴ്സിനും, എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം ഉണ്ടാവട്ടെ നേരുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നോക്കാൻ പോകുന്ന ഒരു ചോദ്യം ഉണ്ട്. ഒരുപാട് പേര് ചോദിച്ചതാണ്. നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിൽ നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് അവർ നിങ്ങളോട് ചെയ്തതിൻ്റെ ഒരു കർമ്മഫലം എന്തായാലും അവർക്ക് കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാനിന്ന് പ്രപഞ്ചമാതാവിനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഒരുപാട് സങ്കടപ്പെടാനിടയായിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻ രണ്ടാക്കാനുണ്ടായ ആ ഒരു വ്യക്തി, ആ ഇടയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് പ്രപഞ്ചമാതാവ് അതിൻ്റെ പ്രതിഫലം കൊടുക്കുമോ എന്നുള്ളതാണ് ഞാനിന്ന് പ്രപഞ്ചമാതാവിനോട് ചോദിക്കുന്ന ചോദ്യം. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്ത് കളയുക. നിങ്ങളുടെ ചോയ്സാണ് ഇത് കാണുന്നതും കാണാത്തതും. അപ്പോൾ അതേപോലെ എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടപ്പെടുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ദിവസം കൂടുമ്പോൾ ഞാൻ 2 കാർഡ് റീഡിങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഞാൻ ചെയ്തു തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കാൻ പോവുകയാണ്. പീസ്ഫുള്ളായിട്ട് നിങ്ങളെ വ്യക്തിയെ, അല്ലെങ്കിൽ നിങ്ങളെ വ്യക്തിയുടെ ഇടയിൽ നിൽക്കുന്നവരെ മനസ്സുകൊണ്ട് ആലോചിക്കുക. യൂണിവേഴ്സ് എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് നമുക്ക് പ്രപഞ്ചമാതാവിനോട് ചോദിക്കാം. യെസ്, നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 ഓഫ് സോൾസിൻ്റെ ഒരു എനർജിയാണ്. സമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ആ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ഭാവിയിൽ അവർക്ക് നിങ്ങളോട് ചെയ്തതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതം നഷ്ടപ്പെടുത്തിയതിൻ്റെ ഒരു കർമ്മഫലം തീർച്ചയായും അവർക്ക് കിട്ടുമോ പ്രപഞ്ചമാതാവേ എന്ന് നമുക്ക് ചോദിച്ചൊരു കാർഡ് എടുക്കാം. യെസ്, ഡെത്താണ് വന്നേക്കുന്നത്. ആ ഒരു ചോദ്യത്തിന് ഡെത്ത് കാർഡാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കർമ്മ അവർക്ക് ലഭിക്കും. ഡെത്ത്, മരണതുല്യമായിട്ടുള്ള ഒരു വേദന. നിങ്ങൾ എന്താണോ അവരെ കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കൊണ്ട്, അതാണായാലും പെണ്ണായാലും ആ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ അതേ വേദന സാക്ഷാൽ പ്രപഞ്ചമാതാവ് തന്നെ ആ നീതി നടപ്പാക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ നടത്തും പ്രപഞ്ചമാതാവ്. അത് എന്ന് തന്നെ നമുക്ക് ഈ ഡെത്ത് കാർഡ് കൊണ്ട് തന്നെ സൂചിപ്പിക്കാം. എല്ലാം എൻഡിങ് ആവുന്നൊരു സമയം ഉണ്ടാവും അവർക്ക്. നിങ്ങൾക്ക് എന്താണോ നഷ്ടമായി പോയത് അത് അവർക്കും നഷ്ടമാകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്തിനാലാണ് ഒരു മരണവേദന നിങ്ങൾ അനുഭവിച്ചത്, അതേ വേദന നിങ്ങളെ ആരാണോ വേദനിപ്പിച്ചത് അവർക്കും പ്രപഞ്ചമാതാവ്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി കൊടുക്കും എന്ന് തന്നെയാണ് എനിക്ക് ഈ കാർഡിൽ കാണുന്നത്. 2 കാർഡ്സ് എടുത്തതും എനിക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അത് അനുഭവിച്ചിട്ടേ അവർ ചെയ്തതിൻ്റെ ഒരു കർമ്മഫലം അനുഭവിച്ചിട്ടേ അവർക്കൊരു പിന്നൊരു തുടക്കം ഉണ്ടാവുകയുള്ളൂ. എന്ന് വെച്ചാൽ ഡെത്ത് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു എൻഡിങ് അല്ല, ഒരു കർമ്മ, ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. നമ്മൾ എന്താണോ ഒരു വ്യക്തി ചെയ്തത് അതിനെല്ലാം അനുഭവിച്ച് മരണതുല്യമായിട്ടുള്ള വേദന അനുഭവിച്ച് അതിൽ നിന്നൊരു പുതിയ തുടക്കമുണ്ടാവും. അപ്പോഴത്തേക്ക് അവർ പാഠം പഠിച്ചിരിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ തന്നെ കറണ്ട് സിറ്റുവേഷൻ സമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് എന്ന് തന്നെ കാണിക്കുന്നുണ്ട്.
ഈ ഒരു വ്യക്തിയുടെ പുറമേ ഉള്ള ഒരു ധാരണ എന്ന് പറയുമ്പോൾ തന്നെ കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഇവർ ആരുടെയും മുമ്പിൽ കൂസാത്ത ഒരു പ്രകൃതമാണ്, ആരുടെയും മുമ്പിൽ താന്നു കൊടുക്കാത്ത ഒരു എനർജി തന്നെയാണ്. കിങ് ഓഫ് വാണ്ടാണ്. കിങ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ എല്ലാത്തിനോടും ഒരു പ്രണയ ജീവിതത്തിനോടും ഒക്കെയുള്ളൊരു എന്താ പറയുക, അഭിനിവേശം ഉള്ളവരാണ്. അതിനോട് ഒരു വാണ്ടിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഫയറാണ്. ഈ ഒരു വ്യക്തിക്ക് അവരുടെ സ്വന്തം കാര്യമാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ആ വ്യക്തി മറ്റുള്ളവരുടെ വേദനകൾക്കോ അല്ലെങ്കിൽ യാചനകൾക്കോ ഒരു പ്രാധാന്യം അവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആരാണെന്ന് ചോദിക്കുക. അപ്പം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനിടയാവുന്ന ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ അവരാണ് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ആഴത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ദ മൂണാണ് വന്നേക്കുന്നത്. അവർ മൂൺ കാർഡ് വരുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിനകത്ത്. മൂൺ കാർഡ് വരുമ്പോൾ ഒരു സ്വന്തം തീരുമാനത്തിനൊരു വ്യക്തതയില്ല. സ്വയം ഈ ചെയ്യുന്നതിലും അവർക്കും ഒരു സമാധാനം ഇല്ല. ഈ ചെയ്തു കൂട്ടുന്നതിനൊന്നും ഒരിക്കലും, എല്ലാം മേജർ ആർക്കാന കാർഡാണ്, അവർക്കും ഒരു സമാധാനം ഇല്ല എന്നുള്ളതാണ്. മൂൺ കാർഡ് വരുമ്പോൾ മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഈ വ്യക്തികൾ. അല്ലെങ്കിൽ ഈ അവരുടെ വിജയത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ കിങ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എന്ത് വില കൊടുത്തും വിജയിക്കണം. അതിന് മാർഗം അവർക്കൊരു പ്രശ്നമല്ല, അവർക്ക് ലക്ഷ്യം കാണുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെന്താണ്, ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അവരെന്തും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികളാണെന്നുള്ളതാണ്. മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് മാജിക് ചെയ്യും എന്നുള്ളൊരു, ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണെങ്കിലും എന്ത് തരം താന്ന പ്രവർത്തികൾ ചെയ്തിട്ടാണെങ്കിലും അവരുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളൊരു ചിന്തയുള്ളവരാണ് ഈ കൂട്ടർ എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രപഞ്ചം പ്ലീസ് ഗൈഡ് മീ. അതെ, ഈ ഒരു പ്രതിസന്ധി, ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രക്ഷുബ്ധതയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണം എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകണം. ഈ ഒരു പ്രക്ഷുബ്ധത നിറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഈ ഒരു നടുക്ക് നിൽക്കുന്നവർക്ക് അതിൻ്റെ സമാധാനവും ഇല്ല, ചെയ്യുന്നതിനകത്തൊന്നും ഒരു ഫലവും ഇല്ല, സമാധാനവും ഇല്ല, ഒരു ട്രാൻസ്ഫോർമേഷനാണ്. പക്ഷേ എന്ത് വന്നാലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു രീതിയിലാണ്. കിങ് ഓഫ് വാണ്ടാണ് വന്നേക്കുന്നത്. അതെ, ഹെർമിറ്റ് വന്നേക്കുന്നു. അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഇവരൊരു തടസ്സം എന്ന് പറയുമ്പോൾ ഹെർമിറ്റാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇവർ ഹെർമിറ്റ് ബ്ലോക്കേജ് ആയിട്ട് വരുമ്പോൾ ഇവർ ഒന്നിനെക്കുറിച്ചും, ഇപ്പം ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ ഒരു സന്യാസിയെ പോലെ പക്വതയോടുകൂടി ചിന്തിക്കുക എന്നുള്ളതാണ്, ഒരു സോൾ സെർച്ചിങ് എന്നുള്ളതാണ്. പക്ഷേ ഇത് റിവേഴ്സ്ഡ് ആയിട്ട്, ബ്ലോക്കേജ് ആയിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ചിന്തയെ അവർക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ ആഴത്തിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നില്ല, നേരെ വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്നുവെച്ചാൽ ചിന്തിക്കാതെയുള്ള പ്രവർത്തനമാണ് ഇവരുടെ എല്ലാ പരാജയങ്ങൾക്കും കാരണം എന്നുള്ളതാണ്. ഒരു കാര്യവും അതിൻ്റെ ആഴത്തിലിറങ്ങി അവർ ചിന്തിക്കുന്നില്ല, വിശകലനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിജയം. അതാണ്, അതിനു വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുകയാണ്. നേരെ വിപരീതമായിട്ടാണ്, പക്വതയില്ലാതെ ചിന്തിക്കാതെ പ്രവർത്തിക്കാതെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. മറഞ്ഞിരിക്കുന്ന സ്വാധീനത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് തന്നെ കിങ് ഓഫ് വാണ്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞല്ലോ, അഭിനിവേശമാണ് എല്ലാത്തിനകത്തും, എടുത്തുചാട്ടമാണ് അവർക്കുള്ളത് എന്നുള്ളതാണ്. അമിതമായിട്ടുള്ള ദേഷ്യമാണ് അവർക്കുള്ളത്, ആവേശമാണ് അവർക്കുള്ളത്. അതിനകത്ത് അവരുടെ മാർഗമൊന്നും, അവരുടെ വഴിയെ നിൽക്കുന്ന തടസ്സങ്ങളൊന്നും അവർ നോക്കുന്നില്ല. അവർ വിചാരിക്കുന്ന കാര്യം അവർക്ക് നേടിയെടുക്കണം എന്നുള്ള അമിത ദേഷ്യത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു നടുക്ക് നിൽക്കുന്നത്. അതിനകത്തൊരു മനുഷ്യത്വം അവിടെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഒരു മുഖമുദ്രയായിട്ട് എനിക്ക് കാണുന്നത്. ഇതാണ് മറഞ്ഞിരിക്കുന്ന സ്വാധീനത്തിനകത്ത് എനിക്ക് കാണിക്കുന്നത്. അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ
ഈ ഒരു വ്യക്തിയുടെ പിന്നിലും ഒരാൾ കാണും എന്ന് തന്നെ നമുക്ക് പറയാം. ഇവർക്ക് ഈ ഒരു മറഞ്ഞിരിക്കുന്ന സ്വാധീനത്തിനകത്ത് നൈറ്റ് ഓഫ് വാണ്ട് വന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇതിൻ്റെ പിന്നിലൊരു വ്യക്തിയും കൂടെ എനിക്കിതിനകത്ത് കാണാം എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന സ്വാധീനത്തിലാണ് ഞാൻ നോക്കുന്നത്. അപ്പം അവരുടെ പിന്നിൽ അവർക്ക് വഴി ഉപദേശിച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിനോ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്. മേ ബി ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഒന്നിലധികം ആളുകളുമായിട്ട് ബന്ധം കാണാം. ചിലപ്പം നിങ്ങളുടെ വ്യക്തി ആയിരിക്കണമെന്നില്ല അവർക്കൊരു പേഴ്സണായിട്ട് ഇരിക്കുന്നത്. ചിലപ്പം അതിൻ്റെ പിന്നിലും വേറെ ആരെങ്കിലും ഉണ്ടാവാം. ഒന്നിലധികം വ്യക്തികളുമായിട്ടുള്ള ഒരു റിലേഷൻ അവർക്ക് കാണാം. ഒരു അഭിനിവേശം, ഒരു ഇത് അവർക്ക് കാണാം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു നൈറ്റ് ഓഫ് വാണ്ട് മറഞ്ഞിരിക്കുന്ന സ്വാധീനത്തിൽ വന്നതുകൊണ്ട് അങ്ങനെയും എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇവർക്ക് ഈ ഒരു റിലേഷനകത്ത് ആത്മബന്ധമുണ്ട്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള റിലേഷനകത്ത് കൂടുതലൊരു ആത്മബന്ധമാണ് എനിക്കിവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. എന്ത് വന്നാലും ഈ ഒരു റിലേഷനകത്ത് മുറുക്കെ പിടിച്ച് നിൽക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അതിന് വേണ്ടിയിട്ട് ഇവർ ഈ എന്ത് മാർഗവും ഇവർ സ്വീകരിക്കും. അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു രീതിയിൽ ഇവർ നിൽക്കുന്ന സാഹചര്യത്തിലാണ്, പിടി വിടാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഒരു തിരിച്ചടി ഇവർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായേക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കാണിക്കുന്നത്. ഇത്രയും പ്രവൃത്തികളെല്ലാം ഈ ചെയ്ത് കൂട്ടിയിട്ടും ഇവർ വിചാരിക്കുന്ന ഒരു ഫലം അല്ല ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് തന്നെ നയൻ ഓഫ് സോൾസും ഡെത്ത് എനർജിയുമാണ് എനിക്ക് വന്നേക്കുന്നത്. കാരണം കറണ്ട് എനർജി ആയിട്ടും ഇവർക്ക് മുന്നോട്ട് ഫ്യൂച്ചറിലൊരു കർമ്മ ലഭിക്കുമോ എന്നൊരു ചോദ്യത്തിനും എനിക്ക് കിട്ടുന്നത് ഡെത്ത് കാർഡ് തന്നെയാണ് വന്നേക്കുന്നതും. ഏറ്റവും ഒടുക്കം എനിക്ക് കിട്ടുന്നത് ടവർ സിറ്റുവേഷനുമാണ്. ഇത് രണ്ടും മേജർ ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. എന്ത് ചെയ്താലും അതിനകത്ത് വൻ തകർച്ചയായിരിക്കും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് ഓർക്കാപ്പുറത്തായിരിക്കും യൂണിവേഴ്സ് ഒരു തിരിച്ചടി കൊടുക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിന്, അല്ലെ ഇന്ന് നിങ്ങളെല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചതിൻ്റെ ഒരു ആൻസറായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. കാരണം അവരുടെ പ്രവർത്തികളാണ് ഞാനിവിടെ വിവരിച്ചത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ നിൽക്കുന്ന ആ വ്യക്തി എന്ത് ചെയ്തും ഈ ഒരു ദ്രോഹപ്രവർത്തികൾ ചെയ്യുന്നതിൻ്റെ ഒരു ഫലം എപ്പോഴും ഒരു തകർച്ച തന്നെയാണ് എനിക്കിവിടെ കാണുന്നത്. ബോട്ടമായിട്ടും കിട്ടുന്നതും ഫസ്റ്റ് ഫ്യൂച്ചറായിട്ടും എനിക്ക് കിട്ടുന്നത് ഡെത്തും ടവറുമാണ്. രണ്ടും മേജർ ആർക്കാന കാർഡാണ്, നെഗറ്റീവ് കാർഡ്സാണ്. അപ്പം പ്രപഞ്ചമാതാവ് കാണിച്ചു തരികയാണ് ഈ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം നാളെ ഒരു സമയത്ത് അവർക്ക് അതിൻ്റെ ഒരു കർമ്മ തീർച്ചയായിട്ടും ലഭിക്കും എന്ന് തന്നെ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ച് തന്നെ പറയാനായിട്ട് കഴിയും എന്നുള്ളതാണ്. വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തികൾ കാണിക്കുന്നവർക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുനീരിൽ ചവിട്ടി നേട്ടം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും എല്ലാം പിന്നിൽ ഒന്ന് ഓർക്കുക ഒരു കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു സംഭവമുണ്ട്. അത് ഇനി എവിടെ പോയി ഒളിക്കാൻ ശ്രമിച്ചാലും അത് നമ്മുടെ പുറകെ ഉണ്ടാവും എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, ഇന്നത്തെ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു റീഡിങ് വായിക്കുന്നത്. ഒരുപാട് പേരുടെ ഈ ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് എനിക്കിത് വായിക്കാനുള്ളത്. അപ്പം ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. യൂണിവേഴ്സിനോട് നന്ദി പറയുക. തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതത്തിന് വേണ്ടി പ്രപഞ്ചമാതാവിനോട് പ്രാർത്ഥിക്കുക. ഇന്ന് ഞാൻ ഈ ഒരു റീഡിങ് ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഇരുന്ന് ചെയ്യുന്നത്. നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്ത് മനസ്സറിഞ്ഞ് യൂണിവേഴ്സിനോട് ചോദിച്ചാലും അത് ലഭിക്കുമെന്നാണ് പറയാറ്. അപ്പോൾ ഇന്ന് എനിക്ക് ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.